സദാശിവസമാരഭ്യം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. യോഗാധ്യക്ഷൻ ശ്രീ മാധവൻ നമ്പൂതിരി, ശ്രീ നന്ദകുമാർ, ഡോക്ടർ സുദീപ്, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്ത് ജനങ്ങളെ, കുട്ടികളെ, ശ്രീ രാഘവപുരം സഭായോഗത്തിൻ്റെ അംഗങ്ങളെ, അഭ്യുദയകാംക്ഷികളെ, കുടുംബാംഗങ്ങളെ, ആദ്യമേ തന്നെ എന്നെ ഈ വേദിയിലേക്ക് വിളിച്ചതിനുള്ള എൻ്റെ അഗൈതവുമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. മാധവേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹമാണ് അതിന് കാരണം. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, ഇന്നാണ് ആദ്യമായിട്ട് കണ്ടത്. കണ്ടപ്പോൾ മനസ്സിലായില്ല, ആരാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പലപ്പോഴായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. സഭായോഗത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികവുമായിട്ടുള്ള പല ആശകളും ആശയങ്ങളും ആകാംക്ഷകളും ഒക്കെ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിദ്വത്വം വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ട്. ചെറിയ ഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് അദ്ദേഹം പരിചിതനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആദ്യമായിട്ട് കേൾക്കുകയാണ്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണ്ണമായിട്ടുള്ള നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ കൊറോണ കാലത്ത് 2-3 കൊല്ലം മുമ്പ് ഒരിക്കൽ ഒരു VC, ഒരു ഓൺലൈൻ മീറ്റിംഗ് വഴി ഞാൻ ഈ സഭായോഗം അംഗങ്ങളെയും വിദ്യാർത്ഥികളെയും ഒക്കെ അവരുമായിട്ട് സംവദിച്ചിട്ടുണ്ട്. അതിലാരെങ്കിലും ഈ വേദിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് വിവേകാനന്ദ ജയന്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രാഷ്ട്രം, ദേശീയത, രാഷ്ട്ര നിർമ്മാണം എന്ന ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിലാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണാനും നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുമായി സംസാരിക്കാനും സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ പങ്കുവയ്ക്കുകയാണ്. 2-3 ദിവസമായി നടന്നു വരുന്ന ഒരു സാംസ്കാരിക, വിദ്യാഭ്യാസ, സാമൂഹിക, വൈദിക, ദാർശനിക സമ്മേളനം ആണ് ഈ രാഘവപുരം, ഈ മഹാവേദഭജനവും സാംസ്കാരിക സമ്മേളനവും ഒക്കെ. ഞാനതിൻ്റെ പരിപാടികളുടെ നോട്ടീസൊക്കെ കാണുകയായിരുന്നു. വിഷയങ്ങളുടെ വൈവിധ്യം, ഗഹനത, പലതിൻ്റെയും സാങ്കത്യം, വളരെയധികം സാങ്കത്യമുള്ള വിഷയങ്ങളാണ്. അവസരോചിത്വം ഒക്കെ കൊണ്ട് വളരെയധികം ധന്യമാണ് ഈ വേദി. ഈ കഴിഞ്ഞ 4-5 ദിവസത്തെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി അദ്ദേഹം പറഞ്ഞാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് നടന്നു വരികയാണ്. ആയിരക്കണക്കിന് കൊല്ലത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന വൈദിക സുഹൃത്ത് സംഗമത്തിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നല്ല വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഉള്ള ഇത്തരമൊരു പദ്ധതി അല്ലെങ്കിൽ ഇത്തരമൊരു പരിപാടി ഏറ്റവും അധികം ശ്ലാഘനീയമാണ്. എൻ്റെ ആശംസകൾ, ഇതിൻ്റെ സംഘാടകർക്ക് അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ. വിദ്യാഭ്യാസ സമ്മേളനം എന്ന പേരിലാണ് അദ്ദേഹം എന്നോട് സംസാരിക്കാൻ ആയി ആഗ്രഹിച്ചതും എന്നോട് ആവശ്യപ്പെട്ടതും ഞാനിവിടെ വന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചിന്തകൾ, ചില കാര്യങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ നോക്കിക്കാണാനുള്ളൊരു ശ്രമം മാത്രം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. 2-3 കാര്യങ്ങൾ മാത്രം, കാരണം സംസാരിക്കാൻ നമുക്കെല്ലാവർക്കും ധാരാളം വിഷയങ്ങളുണ്ട്. 2-3 ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് വിദ്യാഭ്യാസം? അദ്ദേഹം അതിനെക്കുറിച്ച് അല്പം, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ ഭാഷണത്തിൽ അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചതുകൊണ്ട് എൻ്റെ ദൗത്യം വളരെയധികം എളുപ്പമാവുകയാണ്. വിദ്യാഭ്യാസം എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ
3-4 കാര്യങ്ങൾ, അതിൻ്റെ പ്രോസസ്സ്, അതായത് പ്രക്രിയ, പേർപ്പസ്, ഉദ്ദേശം അഥവാ ലക്ഷ്യം, ഔട്ട്കം അഥവാ പരിണിത ഫലം, ബെനിഫിറ്റ് അഥവാ പ്രയോജനം, ഗുണം. ഈ 4-നെക്കുറിച്ചും നമുക്ക് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു അറിവ് ഉണ്ടാവണം. ഇതിനെക്കുറിച്ചൊക്കെ പ്രോസസ്സ് ആവട്ടെ, പർപ്പസ് ആവട്ടെ, ഔട്ട്കം ആവട്ടെ, ബെനിഫിറ്റ് ആവട്ടെ, അതായത് പ്രക്രിയ, ഉദ്ദേശം, ലക്ഷ്യം, പരിണിതഫലം, പ്രയോജനം, ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. ഈ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് യാതൊരു കുറവുമില്ല. ജോൺ ഡ്യൂയി എന്ന പ്രസിദ്ധനായിട്ടുള്ള അമേരിക്കൻ ചിന്തകൻ പറഞ്ഞിട്ടുള്ളത്, എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് ലൈഫ് ബട്ട് എഡ്യൂക്കേഷൻ ഇസ് ലൈഫ് ഇറ്റ് സെൽഫ് എന്നാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് ജീവിതത്തിനുള്ള തയ്യാറെടുപ്പല്ല, ജീവിതം തന്നെയാണ്. അതിനേക്കാൾ മനോഹരമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഇസ് വാട്ട് റിമെയിൻസ് വിത്ത് യു ആഫ്റ്റർ യു ഹാവ് ഫർഗോട്ടൺ എവറിത്തിങ് ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ സ്കൂൾ. അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലത്ത് വിദ്യാലയങ്ങളിൽ നിന്ന്, കോളേജുകളാവട്ടെ, സ്കൂളുകളാവട്ടെ, യൂണിവേഴ്സിറ്റികളാവട്ടെ, അവിടെയൊക്കെ വളരെ കാലം പഠിച്ചതിന് ശേഷം അതൊക്കെ മറന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ബാക്കി നിൽക്കുന്നോ അതാണ് വിദ്യാഭ്യാസം എന്ന്. ഇതിൻ്റെയൊക്കെ ആകത്തുകയാണ് വളരെ മനോഹരമായിട്ടുള്ള സംസ്കൃത ശ്ലോകം, ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ ച എന്ന് പറയുന്നത്. പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. പഠിച്ചുകൊണ്ടേയിരിക്കാനുള്ള ഒരു ചുവടുവെപ്പാവണം വിദ്യാഭ്യാസം, വിദ്യാലയങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ നമ്മുടെ സാമുദായികമായിട്ടുള്ള സംഘടനകളിൽ കൂടിയോ നമുക്കുണ്ടാവേണ്ടത്. അറിവ് നമ്മളിൽ 2 വിധത്തിൽ വരുന്നു. ദൈവത്തിനെക്കുറിച്ച് പറയാറുണ്ട്, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഈദർ ത്രൂ മിസ്റ്ററി ഓർ ത്രൂ കോയിൻസിഡൻസ് എന്നാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ മിസ്റ്ററിയുടെ രൂപത്തിലാവും. സെറൻഡിപ്പിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. പഠിപ്പിനെ കുറിച്ചാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ അത് കോയിൻസിഡൻസിൽ കൂടി, അതായത് ഡെജവു, പരിചയമുണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമുക്കറിയുണ്ടല്ലോ, അതിനെ ഒന്നും കൂടി ഒരു പുനഃസ്ഥാപിക്കാം. ഇത് രണ്ടുമാവണം. പുതുതായി നമ്മളിൽ ഒന്നും വരുന്നില്ല. വിവേകാനന്ദ സ്വാമികളുടെയൊക്കെ പ്രസിദ്ധമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇതുണ്ടല്ലോ, പുതുതായി ഒന്നും തന്നെ നമ്മളിൽ പ്രവേശിക്കുന്നില്ല, നമ്മളിലുള്ള ഗുണങ്ങളെ സ്ഫൂർത്തീകരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മളെ വിനയാന്വിതരാക്കുക എന്നുള്ളതാവണം. അതാണ് താനും വിദ്യാദത്താതി വിനയം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോഗ്രസീവ് ഡിസ്കവറി ഓഫ് അവർ ഓൺ ഇഗ്നറൻസ്. ഓരോ ദിവസവും നമ്മുടെ അറിവില്ലായ്മയിലേക്ക് തുറക്കുന്ന വാതായനമാണ് വിദ്യാഭ്യാസം. എന്തൊക്കെ ഇനിയും ബാക്കിയുണ്ട് അറിയാനെന്നുള്ളത്. ഒരു ഉത്കർഷതാബോധത്തോടുകൂടിയുള്ള ഒരു അപകർഷത, വളരെ മനോഹരമായിട്ടുള്ള ഒരു ബൈനറി കോൺസെപ്റ്റാണിത്. ഒരു ഉദാസീനത. ഉദാസീനത എന്ന് പറഞ്ഞാൽ സംസ്കൃത പണ്ഡിതന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഉദാസീനത, ഉയർന്നിരിക്കുന്നതിൽ നിന്ന് താഴത്തേക്ക് നമുക്ക് ഒരു ബേർഡ്സ് ഐ വ്യൂ എന്നുള്ള നിലയിലുള്ളൊരു ഒരു ജ്ഞാനം. നിങ്ങൾക്ക് ചുറ്റും നോക്കുന്നതിൽ അധികമായിട്ട് എനിക്ക് നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നിങ്ങളുടെ ഓരോരാളുടെയും മുഖഭാവം, വിചാരങ്ങൾ. ഇതാണ് ഉദാസീനത. ഞാനിപ്പോൾ നിങ്ങളിൽ നിന്നും ഉയർന്നിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ വളരെ ഉദാസീനരായി എന്ന് പറയുന്നത്. ഇതൊരു അറിവ് കൂടുന്തോറും നമുക്കുണ്ടാവുന്ന നമ്മുടെ അറിവില്ലായ്മയെക്കുറിച്ചുള്ള ബോധം, നമ്മുടെ അല്പത്വത്തെക്കുറിച്ചുള്ള, നമ്മുടെ ഡിസ്പെൻസിബിലിറ്റിയെക്കുറിച്ചുള്ള ഒരു വികാരമുണ്ടല്ലോ. ഹ്യൂമിലിറ്റി വിത്ത് എ സെൻസ് ഓഫ് ഇമ്പോർട്ടൻസ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്, നമുക്ക് അറിയുന്നത് എന്താണ്, നമുക്കറിയാം. അതേസമയം തന്നെ ഇനിയും എന്തൊക്കെയോ അറിയാനുണ്ട് എന്നുള്ളൊരു ഹ്യൂമിലിറ്റി. ഇത് എങ്ങനെ ഉണ്ടാവുമെന്നാണെങ്കിൽ സ്വത്വത്തിൽ നിന്നുണ്ടാവുന്നതാണിത്. സ്വത്വം, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ പുരാവൃത്തം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ്. ഞാൻ പറയാൻ കാരണം, ഇത്തരം മീറ്റിങ്ങുകൾ, ഇത്തരം കൂടിച്ചേരലുകൾ, ഇത്തരം കൂട്ടായ്മകൾ, ഇത്തരം സമ്മേളനങ്ങൾ, സാമുദായിക സംരംഭങ്ങൾ, ഇതൊക്കെ ഈ ഒരു സ്വത്വത്തിനെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാണ്. സാമുദായികം എന്ന വാക്ക് വളരെ പ്രധാനമാണ് ഇതിൽ.
എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ സ്വത്വം ഏത് വ്യക്തിക്കും രണ്ട് വിധത്തിലാണ്, ഒന്ന് സഞ്ചിതവും ഒന്ന് ആർജിതവുമായിട്ടുള്ളത്, ഇൻഹെറിറ്റഡ് ആൻഡ് അക്വയർഡ്. സഞ്ചിത സ്വത്വത്തിൻ്റെ മൂലാധാരം എല്ലാവർക്കും അറിയാം, കുടുംബമാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിൽ ജനിക്കുകയാണ്. അതിൽ നിന്നാണ് നമ്മുടെ സഞ്ചിതമായിട്ടുള്ള സ്വത്വത്തിൻ്റെ, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ വൈശ്യനാണ്, ഞാൻ ശൂദ്രനാണ്, ഞാൻ തീയനാണ്, ഞാൻ മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, ഓരോ ഭാഷയുടെ, അല്ലെങ്കിൽ ഞാൻ മലയാളിയാണ്, ഞാൻ കർണാടകക്കാരനാണ്, ഇതാണ് ഇൻഹെറിറ്റഡ് സ്വത്വത്തിൻ്റെ. അതിൽ നിന്നാണ് എൻ്റെ വില്ലേജിനെ കുറിച്ച്, എൻ്റെ ഭാഷയെക്കുറിച്ച്, ഞാൻ കണ്ണൂരുകാരനും കോഴിക്കോടുകാരനും തമ്മിലുള്ള വ്യത്യാസം, കേരളീയനും കർണാടകക്കാരനും തമ്മിലുള്ള വ്യത്യാസം, മലയാളിയും ഇന്ത്യക്കാരനും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം. ഈ സ്വത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും ചിന്തയെ ഉദ്ദീപിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഹെറിറ്റഡ് ഐഡന്റിറ്റി ഈസ് born out of an issue which is entirely beyond your control. ജന്മത്തിൻ്റെ മുകളിൽ നിർദ്ധാരിതമാണിത് മുഴുവൻ. ഈ ജന്മത്തിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള യാതൊരു, ശരിയാണ്, ഭാരതീയ തത്വചിന്ത പ്രകാരം നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് എന്നൊക്കെ നമുക്കതിനൊരു ഒരു ഒരു സൈദ്ധാന്തികവും താത്വികവും അല്പം റിലീജിയോസിറ്റി സ്പിരിച്വലിസവുമായിട്ടുള്ള ഒരു ഇതൊക്കെ കാണാം. പക്ഷേ അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചോ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചോ അതിനെക്കുറിച്ച് ഞാൻ തൽക്കാലം കടക്കുന്നില്ല. അക്വയർഡ് നമ്മുടെ വിദ്യാഭ്യാസം, ഏത് സ്കൂളിൽ പഠിച്ചു, ഏത് ജോലി ചെയ്തു, എവിടെ പോയി താമസിക്കുന്നു, ഞാനൊരു വക്കീലാണ്, അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഇതാണ് നമ്മുടെ അക്വയർഡ് ഐഡൻറ്റിറ്റി. ഓരോ വ്യക്തിയും, ഞാൻ ഒരു ടീച്ചറാണ്, ഞാനൊരു വേദപാഠശാല നടത്തുന്ന ഒരാളാണ്, ഇങ്ങനെയുള്ള ഇത് വളരെയധികം ആളുകൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടാവും. പ്രത്യേകിച്ചും അക്വയർഡ് ഇൻഹെറിറ്റഡ് ഐഡൻറ്റിറ്റിയിൽ നിന്ന് മാറാൻ വളരെ പല ആളുകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലർക്കും എല്ലാവർക്കും കഴിയാത്തൊരു കാര്യവും കൂടിയാണ് ഇത്. ആക്സിഡന്റ് ഓഫ് ബർത്ത് എന്നുള്ള ജന്മത്തിൻ്റെ ആകസ്മികത്വം അല്ലെങ്കിൽ ജന്മത്തിൻ്റെ അനിന്ദ്രിയത്വത്തിൽ നിന്നാണ് നമ്മുടെ ഇൻഹെറിറ്റഡ് ഐഡൻറ്റിറ്റി മുഴുവൻ ഉണ്ടായിട്ടുള്ളത് എന്ന ബോധം ഈ സ്വത്വത്തിനെ ഊട്ടിയുറപ്പിക്കുന്ന ഇപ്രകാരമുള്ള കർമ്മങ്ങൾ നടക്കുമ്പോൾ തന്നെ ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വത്വം നമുക്ക് ശക്തി തരുമ്പോൾ തന്നെ ഗ്രോയിങ് റൂട്ട്സ് ആൻഡ് സ്പ്രെഡിങ് വിങ്സ് എന്നൊക്കെയുള്ള ചില കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകാനാവൂ. ജന്മത്തിൻ്റെ അനിന്ദ്രിയത്വം കൊണ്ടാണെങ്കിൽ നമ്മൾ എന്താണോ എന്നുള്ളത് നമ്മൾ അതിനുശേഷം നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്പൂതിരി എന്നുള്ളൊരു ഒരു ബോധം. പക്ഷേ ഇത് ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാവരിലും മഹത്വം കാണാനുള്ള കഴിവ്, ഇതിനെക്കുറിച്ച് ഈ ഒരു ബോധം നമ്മളിലുണ്ടെങ്കിൽ, മലപ്പുറത്ത് തങ്ങളെക്കുറിച്ചും വടകരയിലെ പാലാട്ട് കോമൻ്റെയും അല്ലെങ്കിൽ തച്ചോളി ഉദയനെയും കുറിച്ച് പാടുന്നവരെക്കുറിച്ചും, തച്ചൻ്റെയും പാണനാരുടെയും അല്ലെങ്കിൽ ചാത്തൻ്റെയും പിന്മുറക്കാരെക്കുറിച്ചും, കേരളത്തിന് പുറത്ത് മാർവാടിക്കും മണിക്കിനും ഇപ്രകാരം കഥാതന്തുക്കളുണ്ട്. ഇത് മുഴുവൻ 3 കാര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്: ഫിലോസഫി, മിത്തോളജി, റിച്വൽസ്. ഈ 3 മനുഷ്യവംശം 15 ബില്യൺ 15 ലക്ഷം കോടി ജീവജാലങ്ങൾ ഈ ഭൂമുഖത്തുള്ളതിൽ മനുഷ്യവംശം മാത്രമേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന്. ഇതിങ്ങനെ എത്ര എണ്ണം ഉണ്ട്? കാൾ സേഗൻ്റെ ആ തിയറിയിലേക്കൊന്നും പോകുന്നില്ല, അങ്ങോട്ടേക്ക് പോകുന്നില്ല. കോഗ്നിറ്റീവ് റെവല്യൂഷൻ്റെ മുകളിൽ നമ്മൾ മനുഷ്യർ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി. ഇത്രയും മനുഷ്യജാതികളിൽ യുവൽ നോവ ഹറാരിയുടെയൊക്കെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കൊക്കെ കാണാം, 250 ആളുകളിൽ അധികമായി കഴിഞ്ഞാൽ അവരെ ഊട്ടിയുറപ്പിക്കാൻ ഒരു കഥാതന്തു വേണം. അതാണ് മിത്തുകൾ. നമ്മുടെ ഓരോ ആശയത്തിനെക്കുറിച്ചും 1200 കൊല്ലമായിരുന്നോ അവിടുന്ന് വന്നു എന്നുള്ള ഇതൊക്കെ ഈ
ഈ ഈ ഇത് നമ്മളെ കൂട്ടി ഉറപ്പിക്കുന്ന വലിയൊരു ഒരു ഒരു അംശമാണ്. നമുക്ക് ഐഡൻറ്റിറ്റി തരുന്ന, നമുക്ക് സ്വത്വം തരുന്ന നമ്മുടെ കഥകൾ, നമ്മുടെ ഫിലോസഫി. ഇത് ഏത് കുടുംബത്തിനുണ്ട്, ഏത് കുടുംബത്തിനുമുണ്ട്, ഏത് വില്ലേജിനുമുണ്ട്, ഏത് ഗ്രാമത്തിനുമുണ്ട്, ഏത് സംസ്ഥാനത്തിനുമുണ്ട്, ഏത് സ്ഥലത്തിനുമുണ്ട് ഈ ഒരു ഫിലോസഫി. അതിൽ നിന്നുണ്ടായിട്ടുള്ള മിത്തോളജി, അതിൽ നിന്ന് അതിൻ്റെ ഉപോത്ബലകമായിട്ടുള്ള വരുന്ന റിച്വൽസ്, കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടേതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതില്ലാത്ത ആളുകൾ ആരുമില്ല എന്ന് മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ സ്വത്വം, അതിൽ നിന്നുണ്ടാവുന്ന നമ്മുടെ മഹത്വബോധത്തോടു കൂടി നമ്മളിൽ വിനയത്തിൻ്റെ വിത്ത് ഉണ്ടാക്കുവാൻ ഒരു പക്ഷേ ഇത് സഹായിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇതാണ് ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇപ്രകാരമുള്ള കർമ്മങ്ങളെ, ഇപ്രകാരമുള്ള സംരംഭങ്ങളെ. അല്ലെങ്കിൽ വരുന്നൊരു പ്രശ്നം, നമ്മുടേതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചിലത് നമുക്ക് മാത്രമാണെന്ന് നമുക്ക് തോന്നുകയും ഇതൊരു നമ്മുടെ ഒരു വലിയൊരു താൻ പ്രധാനിത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്യുകയാണ്. അതാണോ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നറിയില്ല എന്നതുകൊണ്ട് മാത്രം ഇതിൻ്റെ അതർ സൈഡ് കൂടി പറയാൻ, വിനയം എന്ന ആത്യന്തികമായിട്ടുള്ള വിദ്യ തരുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഇത് സഹായിക്കുമെന്ന ഒരു ചെറിയൊരു വിശ്വാസം കൊണ്ട് മാത്രം. മൂന്നാമതായി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഒരു ദാർശനികമാനം ഉള്ളപ്പോൾ തന്നെ ഫിലോസോഫിക്കൽ ലെവൽ, അതിൻ്റെ പ്രവർത്തനപരമായിട്ടുള്ള മണ്ഡലം തീർച്ചയായും ഒരു ജോലി, ഒരു തൊഴിൽ സമ്പാദനം എന്ന ഓപ്പറേഷണൽ ലെവലാണ്. ജീവസന്ധാരണത്തിനാവശ്യമായിട്ടുള്ള ഒരു തൊഴിൽ ഉണ്ടാവുക. ആ വിധത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ സാങ്കേതികമായിട്ടുള്ള ഔന്നത്യം, വിപ്ലവകരമായിട്ടുള്ള മാറ്റം, ടെക്നോളജിക്കൽ റെവല്യൂഷൻസ്, AI, എനിക്ക് തോന്നുന്നു ശ്രീ നന്ദകുമാരൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരിക്കും തീർച്ചയായിട്ടും. ഏതൊക്കെ ജോലികൾ അടുത്ത 50 വർഷത്തിനുള്ളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. തമാശയ്ക്ക് പറയുന്നുണ്ട്, ഡോക്ടർമാരുടെ ജോലി ഇല്ലാതെയാവും, നഴ്സുമാർ മാത്രമാവുന്നതാണ്. കാരണം എവിഡൻസ് ബേസ്ഡ്, തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ജോലികളൊക്കെ ഒരുപക്ഷെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ക്വാണ്ടം മെക്കാനിക്സും ഒക്കെ വരുന്നതോടുകൂടി ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവാം. അങ്ങനെയാണെങ്കിൽ ഡോക്ടറുടെ ആവശ്യം ഉണ്ടാവുകയില്ല. പക്ഷേ രോഗിയെ സംരക്ഷിക്കേണ്ട ചുമതല നേഴ്സിൻ്റേതായതുകൊണ്ട് ഒരുപക്ഷെ നേഴ്സുമാർ മാത്രം ബാക്കിയാവും. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്നാണ് പറയുന്നത്. എപ്രകാരമായിരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, VFX പോലെയുള്ള പുതിയ പുതിയ പദ്ധതികൾ, അതിൻ്റെ കൂടെ ക്വാണ്ടം മെക്കാനിക്സും കൂടി വരുന്നതോടുകൂടി ഇതിനെക്കുറിച്ചുള്ള ബോധം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, പോളിസി മേക്കേഴ്സ്, ആശയ നയരൂപീകരണ ശൃംഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, UGC, AICT മുതലായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, ഒരളവ് വരെ വിദ്യാർത്ഥികൾ മുഴുവൻ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവേണ്ടതിൻ്റെ ഒരു കാരണമുണ്ട്, ഒരു കാലമാണിത്. കാരണം ശാസ്ത്രത്തിൻ്റെ ഗതി, വേഗത നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ഭയാനകമായിട്ടുള്ളൊരു വേഗതയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും 3D പ്രിൻറ്റിങ്ങും മുതലായിട്ടുള്ള വളർച്ചകൾ, എനിക്ക് ഉറപ്പുണ്ട് ശ്രീ നന്ദകുമാർ അതിനെക്കുറിച്ച് ലോകത്തിൻ്റെ മുഖഛായ അല്ലെങ്കിൽ കർമ്മമണ്ഡലങ്ങളുടെ മുഖഛായ മാറ്റുന്ന ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ദിക്കിലും അത് വന്നു കഴിഞ്ഞു. നിങ്ങൾ കുട്ടികളൊക്കെ പരീക്ഷ BTech കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അവരെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു ബോർഡ് ഇപ്പം മുമ്പിൽ ഇരിക്കുന്നില്ല. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവരെ ജഡ്ജ് ചെയ്യുന്നതും മുഴുവൻ എവിഡൻസ് ബേസ്ഡ് ആണ്. ഞാൻ പറഞ്ഞ ഈ എംപീരിക്കൽ എവിഡൻസിൻ്റെ ബേസിസിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ മുഴുവൻ ഇപ്പം മെഷീനാണ് എടുക്കുന്നത്. എങ്ങനെയിരിക്കും? അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ സിവിൽ സർവീസ് മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. കാരണം അവിടെ ഒരു എംപീരിക്കൽ ബേസിലല്ല ഒരു തീരുമാനങ്ങളും. അതിനെക്കുറിച്ച് ഞാൻ തൽക്കാലം സംസാരിക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ കുറേ കാലം കൂടി വേണ്ടി വരുമായിരിക്കും. ജില്ലാ കളക്ടറും കുറച്ച് കാലം കൂടി ഉണ്ടാവുകയായിരിക്കും. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത്
ഒരു കടുങ്കുപ്പായ തീരുമാനങ്ങൾ, അതായത് സ്ട്രെയിറ്റ് ജാക്കറ്റഡ് ഡിസിഷൻസ് എടുക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് ചില ജോലികളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഇത്രയുമൊക്കെ എൻ്റെ ഏറ്റവും മനോഹരമായി തോന്നിയിട്ടുള്ളത് കൊച്ചുകുട്ടികളുടെ ഈ വേദാഭ്യാസവും വേദപഠനവും 4 വേദങ്ങളുടെ ഈ ഒരു സമ്പ്രദായമൊക്കെയാണ്. ഭൂതകാലത്തിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് എങ്ങനെ ജീവിക്കണം എന്ന വലിയൊരു അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുവാൻ കൂടി സാധിക്കുകയാണെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല ഉപാധി കൂടിയായിട്ട് വേദപഠനത്തിനെ കാണുകയാണ്. കാരണം പ്രകൃതിയുമായി ഏറ്റവും അധികം അടുത്ത് ജീവിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ വൈദികർ, നമ്മുടെ പൂർവ്വസൂരികൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ആപസ്തംഭ സൂക്തം ഇന്ത്യക്ക് മാത്രമായിട്ടുള്ളതായിരുന്നു. മുറിക്കാൻ പോകുന്ന മരത്തിനോട് സമ്മതം ചോദിക്കുന്ന സമ്പ്രദായം നമുക്ക് മാത്രം ഉള്ളതായിട്ടുള്ളതായിരുന്നു. ഇന്നിപ്പോൾ വലുതായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 15 ദശലക്ഷത്തോളം വരുന്ന ജീവജാലങ്ങളിൽ താമസിക്കുന്ന ഭൂമിയെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ ഏറ്റവും അധികം സ്വാധീനിക്കുകയല്ല, തെറ്റായ വിധത്തിൽ നമുക്ക് വേണ്ടി മാറ്റുന്ന മനൂവറിങ് എന്നുള്ള വാക്ക് എന്താ അതിൻ്റെ മലയാളം എനിക്ക് കിട്ടുന്നില്ല. നമ്മുടെ സുഖസൗകര്യത്തിന് വേണ്ടി നമ്മുടെ ചുറ്റുപാടുകളെ ഏറ്റവും അധികം മനൂവർ ചെയ്യാനുള്ള കഴിവ് ഈ കോഗ്നിറ്റീവ് റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് മനുഷ്യജാതി മാത്രമാണ്. മനുഷ്യൻ ഏറ്റവും ഉയർന്ന ഒരു ജീവജാലമാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ പ്രകൃതിക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മനുഷ്യജീവനും നമ്മൾ മാത്രമേ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കുന്നുള്ളൂ. 1 തലമുറയല്ല, 2 തലമുറയല്ല, 3 തലമുറ. നമ്മൾ മാത്രമേ ബാങ്കിൽ പൈസ കൊണ്ടിടുന്നുള്ളൂ, നമ്മൾ മാത്രമേ എയർ കണ്ടീഷൻ വീടുകൾ ഉണ്ടാക്കുന്നുള്ളൂ. ഈ ഒരു കാലത്തിൻ്റെ ഈ കുത്തൊഴുക്കിൽ അല്പമെങ്കിലും എന്താണ് പുരാണ വൈദികർ, ഭാരതത്തിൻ്റെ ഋഷിമുനിമാർ എപ്രകാരമുള്ള ജീവിതമാണ് നമുക്ക് സമ്മാനിച്ചത് എന്ന് നമ്മളെ അല്പമെങ്കിലും മനസ്സിലാക്കിക്കുവാൻ തീർച്ചയായും ഉള്ള ഏറ്റവും വലിയ ഉപാധി തീർച്ചയായും വേദപഠനമാകാം. അതിന് സമയവും സന്ദർഭവും ഒരുക്കുന്ന ഇപ്രകാരമുള്ള സംരംഭങ്ങളെ എത്രയധികം ശ്ലാഘിച്ചാലും മതിയാവില്ല. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്നെ വിളിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ക്ഷമിച്ചതിന് എൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.